ഹലോ കൂട്ടുകാരെ, ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് 4 ഉരുളക്കിഴങ്ങ്, ഒരു സവോള, ഒരു പച്ചമുളക്, 2 മുട്ട, നൂഡിൽസ് ഒരു 100 ഗ്രാം വേവിച്ചെടുത്തത്. ഇത്ര സാധനങ്ങൾ മതി. ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ കുക്കറിൽ വേവിച്ചെടുത്ത് തോല് കളഞ്ഞു വെക്കാം. സവോള പൊടിയായിട്ട് അരിയണം, ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് പച്ചമുളക് അരിഞ്ഞ്, കരിവേപ്പില, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞെടുക്കണം. ഈ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിൽ വെച്ച് പൊടിച്ച് ഇളക്കി എടുക്കണം, കുഴച്ചെടുക്കണം. ഇതൊരു ഗ്ലാസ് വെച്ചാൽ കൈ വെച്ചൊക്കെ കുഴച്ചെടുത്താൽ മതി. നല്ലപോലെ വെന്തത് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ 4 മണി സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഈ കുഴച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്കാണ് പൊടിയായിട്ട് അരിഞ്ഞ സവോള, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ നല്ലപോലെ കുഴച്ച് ഇളക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ കുഴക്കണം. ഇനി ഇതിന് ഇത്തിരി മുളക് പൊടിയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി എല്ലാം കുറേശ്ശെ ഇട്ടാൽ മതി. ഇത്തിരി പാകത്തിന് ഉപ്പും ഇടണം. ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ നല്ലപോലെ കുഴച്ചെടുക്കണം. ഒരു മുട്ട പുഴുങ്ങി ഞാനൊരു 4 പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നവർക്ക് കൂടുതൽ ഉരുളക്കിഴങ്ങും കൂടുതൽ മുട്ടയും എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 എണ്ണത്തിനായിട്ടാണ് എടുത്തിരിക്കുന്നത്. 4 ഉരുളക്കിഴങ്ങ് വെച്ചുള്ള പലഹാരമാണ്. 4 പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കൂടെ കുഴച്ച് പാകത്തിനാക്കി കഴിഞ്ഞ് ഇത് നല്ലപോലെ ഉരുട്ടി പരത്തി എടുക്കണം. ഈ ഉരുളക്കിഴങ്ങ് മിക്സ് അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, ഒരു 4/1 മുട്ട അതിൻ്റെ അകത്തേക്ക് വെച്ച് വീണ്ടും ഉരുട്ടിയെടുക്കണം. മുട്ടയും കൂടെ അതിലേക്ക് വെച്ചിട്ട് ഒരു ഓവൽ ഷേപ്പിൽ കിട്ടും. നല്ലപോലെ ഉരുട്ടിക്കഴിഞ്ഞാണ് നമ്മൾ ഈ നൂഡിൽസ് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ബോയിൽഡ് നൂഡിൽസ് വെന്തതാണ്. അത് ഇതിലേക്ക് ഒന്നുകൂടെ ചുറ്റി ചുറ്റി വെക്കണം. വെന്തതായതുകൊണ്ട് വേറെ ഇനി അധികം വേവിക്കേണ്ടിയൊന്നും ആവശ്യമില്ല, എണ്ണയിലിട്ട് എടുത്താൽ മതി. നൂഡിൽസ് ഇതിലേക്ക് ചുറ്റി വെച്ചിട്ട് ഒരു പച്ചമുട്ട ഞാൻ വേറെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ മുക്കിയിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ബോളും ഇതുപോലെ ഉരുട്ടി ഉരുട്ടി എടുക്കണം. ഇതെല്ലാം കൂടി ഇങ്ങനെ ഉരുട്ടി വരുമ്പോൾ 4 ബോളാണ് ഉണ്ടായിരുന്നത്. ചെറിയ ഫാമിലിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ആ ഉരുളക്കിഴങ്ങ് എല്ലാം ഇതുപോലെ ബോളായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്ത് നൂഡിൽസ് ചുറ്റിയെടുത്ത് വെക്കണം. വറുത്ത് കോരിയെടുക്കുമ്പോൾ ഒരു കിളിക്കൂട് പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാനിട്ട പേരാണ് ഇത് കിളിക്കൂട്. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 1/2 ഗ്ലാസ് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചാൽ മതിയാവും. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോരോ ബോള്, ഉരുളക്കിഴങ്ങ് ബോള്, അത് പച്ചമുട്ട വെട്ടി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് മുക്കി ഈ എണ്ണയിലേക്ക് ഇടണം. എണ്ണയിലേക്ക് ഇട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് നല്ല ഫ്രൈ ആവും. തിരിച്ചു മറിച്ച് വിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നൂഡിൽസ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കുമാണ് പാകാവുന്നത്. അപ്പം അത് കഴിഞ്ഞ് കോരിയെടുക്കുക.
അങ്ങനെ ഈ 2 ബോളിട്ടാണ് വറുത്ത് കോരി എടുക്കേണ്ടത്. വറുത്ത് കോരി എടുത്തത് നമുക്ക് സോസും കൂട്ടി ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം ചായക്കിപ്പം. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ. സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒരു ഈവനിങ് സ്നാക്ക് കിളിക്കൂട് ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.